ലക്ഷ്മണ സാന്ത്വനം എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നുള്ള ചില പ്രധാന വരികളാണ് പാഠഭാഗം. ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ശ്രീരാമൻ. അപ്പോൾ ഇതിൽ എന്തിനാണ് ലക്ഷ്മണൻ ക്ഷുഭിതനായത്, ശ്രീരാമൻ ആരാണ്, ഇതൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ കഥാനായകനാണ് ശ്രീരാമൻ. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരം. ഇക്ഷ്വാകു വംശം, രഘുവംശം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന സൂര്യവംശത്തിലെ രാജാവായിരുന്ന ദശരഥൻ്റെ പുത്രനാണ് ശ്രീരാമൻ. അപ്പം ദശരഥ മഹാരാജാവിന് 3 പത്നിമാരാണുള്ളത്. അങ്ങനെ വളരെ കാലം സന്താനങ്ങളില്ലാതിരുന്ന മഹാരാജാവിന് പുത്രകാമേഷ്ടി യാഗം നടത്തിയതിൻ്റെ ഫലമായി ഈ 3 പത്നിമാരിൽ കൂടി 4 മക്കളാണുള്ളത്. അവരിൽ കൗസല്യയുടെ പുത്രനാണ് ശ്രീരാമൻ, കൈകേയിയുടെ മകനാണ് ഭരതൻ, സുമിത്രയുടെ മക്കളാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. കൗമാരകാലത്ത് തന്നെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനത്തിൽ വെച്ച് താടക തുടങ്ങിയ രാക്ഷസരെയൊക്കെ ആര് നിഗ്രഹിച്ചിട്ടുണ്ട്? ഇവിടെ ശ്രീരാമൻ. അപ്പോൾ മുനിമാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. മിഥില രാജധാനിയിൽ ചെന്ന് ശൈവജാപം കുലച്ച് സീതയെ വിവാഹവും കഴിച്ചു. അങ്ങനെ സീതയെ വിവാഹം കഴിച്ച് കൊട്ടാരത്തിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പിതാവായ ദശരഥൻ രാമനെ യുവരാജാവായി വാഴിക്കാനൊക്കെയുള്ള ഏർപ്പാടുകളൊക്കെ ഒരുക്കി നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താകട്ടെ മന്ദര എന്ന സ്ത്രീയുടെ വാക്കുകൾ കേട്ട കൈകേയി മുൻ വാഗ്ദാനമനുസരിച്ച് മുൻപ് പറഞ്ഞ 2 വരങ്ങൾ ചോദിക്കുകയാണ്. അതായത് തൻ്റെ മകനായ ഭരതനെ യുവരാജാവാക്കണമെന്നും 14 വർഷം ശ്രീരാമനെ വനത്തിലേക്ക് അയക്കണമെന്നതുമായിരുന്നു ഈ കാര്യം. ഇതറിഞ്ഞ ലക്ഷ്മണനാണ് ഇവിടെ ക്ഷുഭിതനായിരിക്കുന്നത്. എന്നാൽ ശ്രീരാമനാകട്ടെ വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും ലക്ഷ്മണനെ ഓരോ ഉദാഹരണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ സമാധാനിപ്പിക്കുന്നതാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന കവിതയിലൂടെ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇനി എഴുത്തച്ഛനെ കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. മലയാള ഭാഷയുടെ പിതാവ് എന്നാണ് നമ്മൾ ആരെ വിളിക്കുന്നത്? എഴുത്തച്ഛൻ, അല്ലേ? മലയാളത്തിൽ എഴുത്തച്ഛന് മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്? ഒരുപാട് കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്, അല്ലേ? എന്നാൽ മലയാള ഭാഷയെ പ്രാചീന ഘട്ടത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ച എഴുത്തുകാരനാണ് ആര്? നമ്മുടെ എഴുത്തച്ഛൻ. അതായത് പണ്ട് കാലത്തെ ആ എഴുത്തു രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, അതായത് മലയാളത്തിന് അന്ന് ഒരു സ്വതന്ത്ര ഭാഷയായിട്ടന്ന് മലയാളം വളർന്നിരുന്നില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മലയാളത്തിനൊരു അടുക്കും ചിട്ടയും എല്ലാവർക്കും തന്നെ മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായിട്ടാണ് എന്ത് എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛൻ്റെ എഴുത്തുകളിലെ. പ്രാദേശിക ഭാഷാഭേദങ്ങൾക്ക് അതീതമായി മലയാള നാട്ടിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ആസ്വാദകരമാം വിധമാണ് മലയാള ഭാഷയെ ആരെഴുതിയിരിക്കുന്നു. മലയാള ഭാഷയെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? എഴുത്തച്ഛന്. അതുപോലെ കിളിപ്പാട്ട്. എന്താണ് കിളിപ്പാട്ട് നോക്കാം നമുക്ക്. കിളിയെ കൊണ്ട് കഥ പാടിക്കുന്ന കാവ്യരീതിയാണ് കിളിപ്പാട്ട് എന്ന് പറഞ്ഞാൽ. എഴുത്തച്ഛന് മുമ്പേ തമിഴിൽ ഈ ഒരു എഴുത്ത് രീതി ഉണ്ടായിരുന്നെങ്കിലും കിളിപ്പാട്ട് എന്ന ഈ പ്രസ്ഥാനം എഴുത്തച്ഛൻ്റെ കിളിയെ പോലെ സുന്ദരവും ശബ്ദമാധുര്യവുമുള്ള കവിതയായിരിക്കണം എന്ന കവിയുടെ മോഹം കൊണ്ടാണ് കിളിയെ കൊണ്ട് പാടിക്കുന്ന പോലെ ഉള്ള പല യുക്തികളും ഒക്കെ ഉപയോഗിച്ച് കിളിപ്പാട്ട് എന്ന് പറയുന്ന ഒരു രീതി കൊണ്ടുവന്നത്.